ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാംഗോ സീസണലല്ലേ, ഇത് ട്രൈ ആക്കാൻ പറ്റിയ അടിപൊളി ടൈമാണ്. ഇതിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ 2 മുട്ട മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കലാണ്. കറക്റ്റിലെ ഈ ഒരളവിൽ ഒരു 6-7 പാൻ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതാ 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് മൈദ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പം 1 കപ്പ് സെയിം 250 ml കപ്പിൽ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കലാണ്. ഇതിലേക്ക് 1.5 കപ്പ് പാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതാ ഇതിലേക്കില്ലേ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3-4 ഡ്രോപ്സ് വാനില എസൻസ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ, യെല്ലോ ഫുഡ് കളർ ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുക. സാധാരണ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാവുക യെല്ലോ കളറിലാണ്, അതുകൊണ്ടാണ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ലൂസാക്കാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് നല്ല തിക്കും വേണ്ട, എന്നാലും നല്ല ലൂസും വേണ്ട. നമ്മൾ സാധാ എല്ലാ ചിക്കലും ചെയ്യൂലേ അതുപോലെ തന്നെയാണ്. ഇനി പാന് ചൂടാക്കിയിട്ട് ഇത് ചുട്ടെടുക്കുക. ഞാനിതാ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ ദോശയെല്ലാം ചുട്ടെടുക്കൂലേ അതുപോലെ തന്നെയാണ്. കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും മാവെത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. പാന് നല്ല ചൂട് വേണ്ട, നല്ല ചൂടാകുമ്പം ഹോൾസ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഒഴിച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. ഞാനിപ്പോൾ ആ പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ വീണ്ടും കുറച്ച് ഓയിലൊന്ന് പാനിൽ ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാന് മൊത്തത്തിൽ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളെല്ലാം സ്കൂളിലിട്ടിട്ട് വരുമ്പം വീട്ടിൽ ഈ ഒരു ഐറ്റംസ് എല്ലാം എല്ലാവരും വീട്ടിലുണ്ടാകുന്ന തന്നെയല്ലേ, പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മാങ്ങ ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. മാങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കി എടുക്കുക. സാധാരണ ഈ ഒരു കൊറിയൻ പാൻ കേക്ക് ഉണ്ടാവുക മാങ്ങ നീളത്തിൽ കട്ടാക്കിയിട്ടാണ്. ഞാനിതാ മാങ്ങ നീളത്തിൽ കട്ടാക്കിയിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ടാക്കി എടുക്കുക കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാൻ കേക്ക് ചുട്ടെടുത്തിട്ടുണ്ട്, ഈ ഒരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിതാ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. വിപ്പിംഗ് ക്രീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ബീറ്റാക്കി എടുത്താൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തതാണ്. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക സെറ്റാകാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ ഓരോരോ ദോശയായിട്ട് എടുത്തിട്ട് അതിൽ ആ ഒരു നമ്മൾ കുക്കാക്കിയ ഭാഗമില്ലേ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കലാണ്. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. കുറച്ചുകൂടി ക്രീമി ആയിട്ട് കുറച്ചധികം ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പം കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ടില്ലേ മാംഗോ പീസസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 പീസ് മാംഗോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ ഇലച്ചിയെല്ലാം ചെയ്യൂലേ അതുപോലെ മടക്കിയെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ മടക്കിയെടുക്കാം കേട്ടോ. ഇത് സാധാരണയില്ലേ എല്ലാ ദോശയും മൊത്തത്തിൽ വെച്ചിട്ട് ക്രീമും മൊത്തത്തിൽ പുരട്ടി കൊടുത്തിട്ട് മാംഗോ ഫുള്ളായിട്ട് വെച്ചിട്ട് മടക്കിയെടുക്കലാണ്. ഞാനിപ്പം ചെറുതായിട്ട് ഓരോരാൾക്ക് ഓരോന്ന് കഴിക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തേത് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കുക്കാക്കി വെച്ച ഭാഗം മുകളിലായിട്ട് വെച്ചിട്ട് ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതിന് മുകളിലായിട്ട് മാംഗോ പീസസ് വെച്ച് കൊടുക്കുക. ഞാനിതിൽ ആദ്യമായിട്ട് കണ്ടേരം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയ പാട് കഴിച്ചിട്ടുണ്ട്. അതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ഒന്നിൻ്റെ ടേസ്റ്റ്. സാധാരണ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിക്ക്. ഞാനിതിൽ ഒരു പീസ് ഉണ്ടാക്കിയ പാട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ കഴിച്ചിട്ടുണ്ട്. അതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ഞാനിത് മൊത്തത്തിലെ ചെയ്തെടുക്കലാണ്. ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിലാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് വരും കേട്ടോ. ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ ഫ്രീസറിൽ 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറെല്ലാം വെക്കുക കേട്ടോ. നല്ല ഐസായിട്ടെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉള്ളിലെ ക്രീം നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മാംഗോൻ്റെ ഫ്ലേവറും ക്രീമും പാൻ കേക്കും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. കുട്ടികളെല്ലാം സ്കൂളിൽ വിട്ട് വരുമ്പം എല്ലാന്നുണ്ടെങ്കിൽ ഈദലല്ലേ വരുന്നത്, അന്നേരമെല്ലാം ഒരു സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. മാംഗോ സീസണായിട്ട് ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട, എന്തായാലും ട്രൈ ആക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.